നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യ ഭാഗത്തിൽ വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് രണ്ടാം ഭാഗവും വീഡിയോ ചെയ്തു വരികയായിരുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ചതയം വരെയുള്ള നക്ഷത്രക്കാരുടെ രണ്ടാം ഭാഗം ചെയ്തതിനു ശേഷം ഒരു കാലദൈർഘ്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ അത് പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഇന്ന് അതിന്റെ ഭാഗമായിട്ട് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ രണ്ടാം ഭാഗത്തെ അവതരിപ്പിക്കുകയാണ്. ആദ്യത്തെ ഭാഗത്തിൽ സമയദൈർഘ്യം മൂലം ഒഴിവാക്കപ്പെട്ടിട്ടുള്ള പ്രധാന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് രണ്ടാം ഭാഗത്തിൽ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അത്ഭുത പരിമളമാർന്നൊരു രസം നുകർന്ന അക്കഥ ഞാൻ വീണ്ടും പാടുവാൻ വന്നുവല്ലോ. നന്ദി, നിങ്ങളുടെ സ്വീകരണത്തിന് നന്ദി. പ്രശസ്ത കവി ONV കുറുപ്പിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് നമുക്ക് പൂരിട്ടാതി നക്ഷത്രക്കാരെ കൂടുതലായിട്ട് അറിയാം. കുംഭം മീനം രാശികളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന മുറി നക്ഷത്രമാണ് പൂരിട്ടാതി നക്ഷത്രം. കുംഭം രാശിയിൽ ആദ്യത്തെ 3 പാദങ്ങളും മീനൻ രാശിയിൽ അവസാനത്തെ 4 പാദവുമാണ് വരുന്നത്. ഇത് ഒരു മനുഷ്യഗണ നക്ഷത്രമാണ്. വ്യാഴമാണ് ഈ നക്ഷത്രത്തിന്റെ നാഥൻ. അതുകൊണ്ട് തന്നെ ഈ നാളുകാർ പൊതുവെ ആദർശവാദികളായി കാണാറുണ്ട്. കുംഭം രാശിയുടെ സ്ഥിരശീലവും മീനൻ രാശിയുടെ ഉഭയ സ്വഭാവവും ഒക്കെ പൂരിട്ടാതി നക്ഷത്രക്കാരിൽ ഇടകലർന്ന് കണ്ടേക്കാം. നക്ഷത്ര വൃക്ഷം തേന്മാവാണ്. നക്ഷത്ര മൃഗമാകട്ടെ സിംഹമാണ്. നക്ഷത്ര പക്ഷിയാകട്ടെ മയിലാണ്. തേൻ പോലെ മധുരവും എന്നാൽ സിംഹത്തിന്റെ ഗാംഭീര്യവും അതേപോലെ തന്നെ മയിലിന്റെ സൗന്ദര്യവും ഒക്കെ ഇവരിൽ ഒത്തുചേർന്നു എന്ന് വരാം. ഓരോ നക്ഷത്രത്തിനും അതിന്റെ മഹിമയും ഗരിമയും ഒക്കെ ഉണ്ട്. അതൊക്കെ തന്നെയാണ് അവരെ വ്യത്യസ്തങ്ങളാക്കുന്നതും. നക്ഷത്രങ്ങളിലൂടെ മനുഷ്യ സ്വഭാവത്തെ പഠിക്കുവാനും അവരുടെ ഭൂതഭാവി വർത്തമാന കാലങ്ങളെ അറിയുവാനുമുള്ള എളിയ ശ്രമത്തിലേക്ക് നമുക്ക് കൂടുതലായിട്ട് കടക്കാം. പൂർണ്ണത എന്നത് ഒരു സങ്കല്പം മാത്രമാണ്. എന്നിരുന്നാലും നമുക്ക് പരമാവധി പൂർണ്ണതയിൽ എത്തിക്കാൻ പൂരിട്ടാതി നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളിലേക്ക് പൂർണ്ണമായിട്ട് കടക്കാൻ ഒരു എളിയ ശ്രമം കൂടി നടത്താം. ഓരോ നക്ഷത്രക്കാരെയും കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഓരോ പാദത്തിലും ജനിച്ചാലുള്ളവരുടെ പ്രത്യേക സ്വഭാവ സവിശേഷതകളെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു നക്ഷത്രം എന്നത് 60 നാഴികയാണ്. അതിനെ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ഭാഗങ്ങളെയും ഓരോ പാദങ്ങളായിട്ടാണ് സങ്കല്പിക്കുക. അതുകൊണ്ട് തന്നെ ഒരു പാദം എന്നത് 15 നാഴികയാണ്. 3 ഡിഗ്രി 20 മിനിറ്റ് ആണ് ഒരു നക്ഷത്രത്തിന്റെ പാദം വരുന്നത്. ഒരു നക്ഷത്രം എന്നത് ആകെ 13 ഡിഗ്രി 20 മിനിറ്റ് ആണ്. മണിക്കൂർ കണക്കിൽ പറയുമ്പോൾ ഒരു പാദം എന്നത് 6 മണിക്കൂറാണ്. ഏകദേശം ഒരു നക്ഷത്രത്തിൽ ആദ്യത്തെ 6 മണിക്കൂറിൽ ജനിക്കുന്നവർ 1-ാം പാദവും അതിനുശേഷമുള്ള രണ്ടാമത്തെ 6 മണിക്കൂറിൽ ജനിക്കുന്നവർ 2-ാം പാദവും 3-ാമത്തെ 6 മണിക്കൂറിൽ ജനിക്കുന്നവർ 3-ാം പാദവും 4-ാമത്തെ 6 മണിക്കൂറിൽ ജനിക്കുന്നവർ 4-ാം പാദവുമായിട്ടാണ് കരുതപ്പെടുന്നത്. ഓരോ പാദത്തിന്റെയും ആ രാശിയിൽ വരുന്ന ഫലങ്ങളും അത് ഏതേത് രാശിയിലാണ് അംശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ ആ വ്യക്തിയെ സ്വഭാവത്തിൽ സ്വാധീനിക്കാറുണ്ട്. പൂരിട്ടാതി നക്ഷത്രക്കാരുടെ സമഗ്ര ഫലം വ്യക്തമാകണമെങ്കിൽ അതിന്റെ ഓരോ പാദത്തെയും നമുക്ക് നൂലിഴ കീറി പരിശോധിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. പൂരിട്ടാതിയുടെ ആദ്യത്തെ 3 പാദങ്ങൾ കുംഭക്കൂറിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുംഭക്കൂറിൽ പൂരിട്ടാതി മുക്കാൽ എന്നാണ് പറയുന്നത്. ഒടുവിലത്തെ 4-ാം പാദമാകട്ടെ മീനക്കൂറിലാണ്. അതിന് പൂരിട്ടാതി കാൽ എന്ന് പറയും. ഇനി നമുക്ക് ഓരോ നക്ഷത്രപാദത്തെയും വിശദമായിട്ട് പഠിച്ചുകൊണ്ട് പൂരിട്ടാതിക്കാരെ കൂടുതലായിട്ട് അറിയാം. ആദ്യം നമുക്ക് പൂരിട്ടാതി നക്ഷത്രം 1-ാം പാദത്തിൽ ജനിച്ചാലുള്ള ഫലത്തെ പരിശോധിക്കാം. പൂരിട്ടാതി നക്ഷത്രം 1-ാം പാദം വരുന്നത് കുംഭം രാശിയിലാണ്. കുംഭം രാശിയുടെ 20 ഡിഗ്രി മുതൽ 23 ഡിഗ്രി 20 മിനിറ്റ് വരെയാണ് പൂരിട്ടാതി നക്ഷത്രം 1-ാം പാദം സ്ഥിതി ചെയ്യുന്നത്. പൂരിട്ടാതി നക്ഷത്രം 1-ാം പാദം വംശിക്കുന്നത് മേടം രാശിയിലാണ്. അതുകൊണ്ട് തന്നെ കുംഭം, മേടം എന്നീ 2 രാശികളുടെ സ്വഭാവ സവിശേഷതകൾ പൂരിട്ടാതി നക്ഷത്രം 1-ാം പാദക്കാരിൽ സമന്വയിച്ച് കാണാറുണ്ട്. നമുക്ക് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള പൂരിട്ടാതി നക്ഷത്രം 1-ാം പാദക്കാരുടെ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. വിശാലവദനോദേശി പ്രിയേതര സുഖേതത രണശ്ലാഖി മനക്ലേശി പൂർവഭദ്രാദിജോ നരഹ എന്നാണ്. അതായത് ഇവർക്ക് പരന്ന മുഖമുണ്ടാകാം, മുൻകോപമുണ്ടാകാം, മനസ്സിന് പലതരം ക്ലേശങ്ങൾ ഉണ്ടാകാം. യുദ്ധത്തിൽ പ്രത്യേകിച്ച് നൈപുണ്യമുള്ളവരാണ്. കൂടാതെ സുഖ താല്പര്യമുള്ളവരുമായിരിക്കും പൂരിട്ടാതി നക്ഷത്രം 1-ാം പാദത്തിൽ ജനിച്ചവർ. കൂടുതൽ വിശാലമായിട്ടുള്ള ഫലങ്ങളിലേക്ക് കടക്കാം. ഇവർ സ്വതന്ത്ര ബുദ്ധികളാണ്, നിർഭയരാണ്. കുംഭം രാശിയാകട്ടെ ശനിയുടെ നക്ഷത്രമാണ്. എന്നാൽ ശനിയുടെ ശത്രുഗ്രഹമായിട്ടുള്ള ചൊവ്വയുടെ രാശിയാണ് മേടം രാശി. രണ്ടും പാപഗ്രഹങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പാപകർമ്മങ്ങളോട് അറിഞ്ഞോ അറിയാതെയോ ഒരു താല്പര്യം ഉണ്ടാകാം. 2 രാശികളെയും വിഷമരാശികളെന്നും ക്രൂരരാശികളെന്നും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രകൃതം
അല്പം സങ്കീർണമായിരിക്കും. പൊതുവെ സുതാര്യമായിട്ടുള്ള ഒരു വ്യക്തിത്വം എന്ന് പറയാനാകില്ല. ഒറ്റ നോട്ടത്തിൽ എല്ലാ കാഴ്ചകളും തെളിയാത്ത ഒരു കോട്ടയോടെ ഇവരെ നമുക്ക് വേണമെങ്കിൽ ഉപമിക്കാം. പല കോണുകളിലൂടെ നടത്തുന്ന ക്ഷമാപൂർണവും സൂക്ഷ്മവുമായിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെയുമാണ് ഒരു ദുർഗത്തെ അഥവാ കോട്ടയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെയാണ് പൂരിട്ടാതി നക്ഷത്രം 1-ാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു പരുക്കൻ മട്ടും ആക്രമണാത്മകമായിട്ടുള്ള ഒരു ശൈലിയും ഇവരുടെ സ്വതവേയുള്ള സ്വഭാവമാണ്. ചിന്തയ്ക്ക് എന്നതിനേക്കാൾ വികാരത്തിന് മുൻതൂക്കം കൊടുക്കുന്നവരാണ് ഇവർ എന്ന് പറയാം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഏകാഗ്രത കുറഞ്ഞു കാണാറുണ്ട്. എല്ലാ ലക്ഷ്യങ്ങളും നേടണമെങ്കിൽ നമുക്ക് അല്പം ക്ഷമ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർ എല്ലാ കാര്യത്തിലും അക്ഷമരായിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും എല്ലാം കൈവിട്ടു പോയി ഒന്നും നേടാത്തവരായി ഇവർ മാറിയേക്കാം. ആനക്കലി ബാധിച്ചാലും അകബോധം വേണമെന്നൊരു പഴഞ്ചൊല്ല് പണ്ടുണ്ടായിരുന്നു. അത് പൂരിട്ടാതി നക്ഷത്രം 1-ാം പാദത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇവർ അത് ജീവിത പാഠമായിട്ട് തന്നെ ഉൾക്കൊള്ളണം എന്നർത്ഥം. എന്നിരുന്നാൽ മാത്രമേ അവർക്ക് അവരുടെ പോരായ്മകളെ മറികടക്കാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് തന്നെ പൂരിട്ടാതി നക്ഷത്രത്തിൽ 1-ാം പാദത്തിൽ ജനിച്ചവർ യോഗ, ധ്യാനം പോലെയുള്ളത് സ്ഥിരമായിട്ട് ശീലിക്കേണ്ടതാണ്. മേടൻ രാശിയാണ് ഇവരുടെ നവാംശകം. ജാതക പാരിജാതത്തിൽ മേടത്തിന്റെ നവാംശകം വരികയാണെങ്കിൽ ക്രൂരകർമ്മങ്ങളെ ചെയ്യുന്നവർ, സഞ്ചാര താല്പര്യം ഉണ്ടാകുക, പിത്തരോഗം ബാധിക്കുക, ലുബ്ധ കാണിക്കുക, മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകുക എന്നിവയൊക്കെയാണ് ഫലമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പൂരിട്ടാതി നക്ഷത്രം 2-ാം പാദക്കാരെ കൂടുതലായിട്ട് വിശേഷമായിട്ട് പരിചയപ്പെടാം. കുംഭം രാശിയുടെ 23°20' മുതൽ 26°40' വരെയാണ് പൂരിട്ടാതി നക്ഷത്രം 2-ാം പാദം. അതായത് പൂരിട്ടാതി നക്ഷത്രം തുടങ്ങി ആദ്യത്തെ 6 മണിക്കൂറിന് ശേഷം വരുന്ന 6 മണിക്കൂർ കാലം ജനിച്ചവരാണ് പൂരിട്ടാതി നക്ഷത്രം 2-ാം പാദത്തിൽ ഉൾപ്പെടുക. പൂരിട്ടാതി നക്ഷത്രം 2-ാം പാദവും കുംഭം രാശിയിലുള്ളതാണ്, കുംഭക്കൂറുകാരാണ്. എന്നാൽ 2-ാം പാദം അംശിക്കുന്നതാകട്ടെ ശുക്രന്റെ രാശിയായിട്ടുള്ള ഇടവൻ രാശിയിലാണ്. അതുകൊണ്ട് തന്നെ പൂരിട്ടാതി നക്ഷത്രം 2-ാം പാദക്കാർക്ക് 1-ാം പാദക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുംഭം രാശിയുടെയും ഇടവൻ രാശിയുടെയും സ്വഭാവങ്ങളും ശനിയുടെയും ശുക്രന്റെയും സ്വഭാവങ്ങൾ പ്രത്യക്ഷമായി തന്നെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് കുംഭം രാശി 2-ാം പാദക്കാരുടെ വിശേഷ ഫലം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് പരിശോധിക്കാം. ഭോഗാന്യുദിശ ദുർഗ്രാഹ്യ സ്ത്രീണാം ഇഷ്ടസ്തദൈവച നൃപാൽ പ്രാപ്ത ധനശ്ചൈവ ദ്വിതീയാംശേതു ജായതേ എന്നാണ്. അതായത് നാനാപ്രകാരത്തിലുള്ള സുഖാനുഭവങ്ങൾ ലഭിക്കുന്നവർ തൃഷ്ണകളുള്ളവരും രാജാവിൽ നിന്ന് ലഭിച്ച ധനത്തോടു കൂടിയവരുമായിരിക്കും പൂരിട്ടാതി നക്ഷത്രം 2-ാം പാദക്കാർ. ഇവരെ മനസ്സിലാക്കാനും വശംവദരാക്കാനും അത്ര എളുപ്പം സാധിക്കുന്ന കാര്യമല്ല. ഇനി നമുക്ക് പൂരിട്ടാതി നക്ഷത്രം 2-ാം പാദക്കാരുടെ കൂടുതൽ ഫലങ്ങളിലേക്ക് കടക്കാം. 1-ാം പാദക്കാരുടെ ചിത്തശൈഥില്യമോ മനോനിയന്ത്രണത്തിനുള്ള ശേഷിയില്ലായ്മയോ ഒന്നും 2-ാം പാദക്കാരിൽ ഉണ്ടാകില്ല. പൂരിട്ടാതി ഒരു മനുഷ്യഗണ നക്ഷത്രമാണ്. അത് ഏറ്റവും കൂടുതലായി തെളിഞ്ഞു കാണാൻ സാധ്യതയുള്ളത് 2-ാം പാദക്കാരിലാണ്. മനുഷ്യത്വവും മനുഷ്യപ്പറ്റും നിറഞ്ഞ പെരുമാറ്റം ഇവരുടെ പ്രത്യേകിച്ചുള്ള ആകർഷണീയതയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ സ്വഭാവം അവരെ നാട്ടിലും വീട്ടിലും പ്രിയങ്കരരാക്കി മാറ്റുന്നു. തെളിഞ്ഞ പുഴ പോലെയാണ് ഇവരുടെ വ്യക്തിത്വം. മണ്ണിൽ ചവിട്ടി നിൽക്കാൻ ഇവർക്ക് നന്നായിട്ടറിയാം. കുംഭം രാശിയും ഇടവൻ രാശിയും ഒരേപോലെ സ്ഥിരരാശികളാണ്. അതുകൊണ്ട് തന്നെ പൂരിട്ടാതി നക്ഷത്രം 2-ാം പാദക്കാർ സ്ഥിര പ്രകൃതമുള്ളവരാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് പല കുറി ചിന്തിക്കും. ഒരു കാര്യത്തിൽ ഇവർ ഉറച്ചു നിന്നാൽ അത് ഉറച്ചതായിരിക്കും. എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടായിരിക്കും ഒരു കാര്യത്തിൽ ഏർപ്പെടുക. അങ്ങനെ ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇളക്കമുണ്ടാകില്ല. ലൗകിക കാര്യങ്ങളിലും സാമാന്യമായിട്ടുള്ള ശ്രദ്ധ ഇവർ പുലർത്തുന്നതാണ്. ശനിയുടെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ശുക്രന്റെ സ്വഭാവം ഇവരിൽ പ്രകടമായി കാണാം. പുതുവസ്ത്രം, സുഗന്ധ ലേപനങ്ങൾ, നല്ല ആഭരണങ്ങൾ, നല്ല വസ്ത്രങ്ങൾ, മോടിയായിട്ടുള്ള വീട് എന്നിവയിലൊക്കെ ഇവർക്ക് താല്പര്യമുണ്ടാകും. എന്നാൽ ശനിയുടെ സ്വഭാവമായിട്ടുള്ള ആശയ്ക്ക് അതിരിടാനും ഇവർക്ക് അറിയാവുന്നതാണ്. ഇവരുടെ ഈ ആഗ്രഹങ്ങളും ആശകളും ഒന്നും ഓരോ തരത്തിലും ഭ്രമമായി മാറാറില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ വിരാമം എവിടെ വേണമെന്ന് ഇവർക്ക് നല്ല നിശ്ചയമുണ്ട്. വിരാമവും അർത്ഥവിരാമവും ഒക്കെ ഇവരുടെ കൈക്കുള്ളിലാണ് എന്ന് തന്നെ പറയാം. ശുക്രനാണ് ഇവരുടെ നവാംശനാഥൻ. അതുകൊണ്ട് തന്നെ ഇവരിൽ ഉയർന്ന സൗന്ദര്യ ബോധമുണ്ടാകും. കൂടാതെ ഇവരിൽ കലാവാസനയും പ്രകടമായി തന്നെ കണ്ടേക്കാം. സരസമായിട്ടുള്ള സംഭാഷണം ഇവരുടെ പ്രത്യേകതയാണ്. കൂടാതെ പ്രസാദഭരിതമായിട്ടുള്ള വ്യക്തിത്വം ഇവരിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് എതിർലിംഗത്തിൽപ്പെട്ടവരെ ഇവർ എളുപ്പമെന്ന് ആകർഷിക്കും. ജാതക പാരിജാതം എന്ന ഗ്രന്ഥത്തിൽ ശുക്രൻ നവാംശകനാഥനായിട്ടുള്ള ഫലത്തെ ഒന്ന് പറയുന്നുണ്ട്. അതായത് അവർ ദീർഘായുസുള്ളവരാണ്.
ജനസമ്മതിയൊക്കെ ലഭിക്കുന്നവരാണ്. ദാനശീലം, സുഖതൃഷ്ണ, പാണ്ഡിത്യം എന്നിവയും ഇവരിൽ ഉണ്ടാകും. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള നല്ല കഴിവും ഇവരിൽ ഉണ്ടാകുമെന്നാണ്. ഇനി നമുക്ക് പൂരിട്ടാതി നക്ഷത്രം 3-ാം പാദക്കാരെ കൂടുതലായിട്ട് അടുത്തറിയാം. കുംഭം രാശിയുടെ ഏറ്റവും അവസാനത്തെ പാദമാണ് പൂരിട്ടാതി നക്ഷത്രം 3-ാം പാദം. കുംഭം രാശിയിൽ 26°40' മുതൽ 30° വരെയുള്ള സമയത്താണ് പൂരിട്ടാതി നക്ഷത്രം 3-ാം പാദം ഉൾപ്പെടുന്നത്. പൂരിട്ടാതി നക്ഷത്രം ആരംഭിച്ചു കഴിഞ്ഞ് 12 മണിക്കൂറിന് ശേഷം 18 മണിക്കൂറിനുള്ളിലുള്ള സമയത്തെയാണ് പൂരിട്ടാതി നക്ഷത്രം 3-ാം പാദം എന്ന് പറയുന്നത്. പൂരിട്ടാതി നക്ഷത്രം 3-ാം പാദം കുംഭം രാശിയിലാണ്, അതായത് കുംഭക്കൂറിലാണ്. പൂരിട്ടാതി നക്ഷത്രത്തിന് 3-ാം പാദം വംശിക്കുന്നതായിട്ട് മിഥുനം രാശിയിലാണ്. മിഥുനം രാശി ബുധന്റെ രാശിയാണ്. ശനിയുടെ ബന്ധുഗ്രഹം തന്നെയാണ് ബുധൻ. ബുധന്റെയും ശനിയുടെയും കുംഭം രാശിയുടെയും മിഥുനം രാശിയുടെയും സ്വഭാവ സവിശേഷതകൾ ഒരേപോലെ പൂരിട്ടാതി നക്ഷത്രം 3-ാം പാദക്കാരിൽ ഒളിഞ്ഞും തെളിഞ്ഞും കാണപ്പെടുന്നതാണ്. മിഥുനം രാശി ഉഭയരാശിയാണ്. കുംഭം രാശിയാകട്ടെ സ്ഥിരരാശിയാണ്. കുംഭക്കൂറുകാരിൽ സമ്മിശ്ര പ്രകൃതം കൂടുതലായി കാണപ്പെടുന്നത് മിഥുനം രാശിയിൽ അംശിച്ചിരിക്കുന്ന പൂരിട്ടാതി നക്ഷത്രം 3-ാം പാദക്കാരിലാണ്. ഇനി നമുക്ക് പൂരിട്ടാതി നക്ഷത്രത്തിന്റെ 3-ാം പാദക്കാരെ കുറിച്ച് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഫലത്തെ ഒന്ന് പരിശോധിക്കാം. പ്രസന്നോ വിശ്രമ ശ്രേഷ്ഠ കുശല സർവകർമ്മസു അഭ്രാന്ത മാനസ സ്നിഗ്ധ തൃതീയാംശേതു ജായതേ എന്നാണ്. അതായത് പ്രസന്നമായിട്ടുള്ള മുഖഭാവം, ക്ഷീണമറിയാത്ത കർമ്മകുശലത, സ്വഭാവ വൈശിഷ്ട്യം, മൃദുമായിട്ടുള്ള പെരുമാറ്റം, ഇളകാത്ത മനസ്സ് എന്നിവയെല്ലാം പൂരിട്ടാതി നക്ഷത്രം 3-ാം പാദക്കാരുടെ സ്വഭാവ സവിശേഷതകളാണ്. നമുക്ക് പൂരിട്ടാതി നക്ഷത്രക്കാരെ കൂടുതലായിട്ട് മറ്റു ഗ്രന്ഥങ്ങളിലൂടെ ഒന്ന് പരിചയപ്പെടാം. ഒരു തീരുമാനങ്ങൾ എടുക്കാൻ വേണോ വേണ്ടയോ എന്ന് ഇവർ കാലതാമസം ഉണ്ടാക്കിയേക്കാം. ഈ ഒരു സ്വഭാവ സവിശേഷത ഒഴിച്ചാൽ മറ്റു കാര്യങ്ങളിലൊക്കെ പൂരിട്ടാതി നക്ഷത്രം 3-ാം പാദക്കാർ 2-ാം പാദക്കാരുമായിട്ട് സാമ്യത കാണിക്കാം. ഗൗരവമുള്ള വിഷയങ്ങളും ജ്ഞാനശാഖകളും ഒക്കെ പൂരിട്ടാതി നക്ഷത്രം 3-ാം പാദക്കാരെ ആകർഷിക്കാം. ജിജ്ഞാസ ഇവരുടെ വലിയൊരു സവിശേഷതയാണ്. പുതിയ കാര്യങ്ങളും സാങ്കേതിക വിദ്യകളും പഠിക്കാനുള്ള ഒരു വെമ്പൽ ഇവരിൽ ഉണ്ടാകും. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നുള്ള പഴഞ്ചൊല്ലിന് ജീവിതത്തിൽ ഏറെ പ്രാമുഖ്യം നൽകുന്നവരായിരിക്കും പൂരിട്ടാതി നക്ഷത്രം 3-ാം പാദക്കാർ. അറിവിന്റെ പോരാളി എന്നുള്ള വിശേഷണം ഇവർക്ക് നല്ല രീതിയിൽ ചേരുന്നതാണ്. ആശയവിനിമയ ശേഷിയിൽ ഇവർ അഗ്രഗണ്യരായിരിക്കും എന്ന് തന്നെ പറയാം. ഇവരുടെ സംഭാഷണ ശൈലി ഒരു തെളിനീർ ചോല പോലെ വളരെ സ്ഫുടവും വ്യക്തിത്വം നിറഞ്ഞതുമായിരിക്കും. എന്നാൽ ആന്തരികമായിട്ടുള്ള ഗൗരവം ഒന്നും തന്നെ ഇവർ പുറമേ കാട്ടാറില്ല. കളിയും തമാശയും ഇഷ്ടപ്പെടുന്നവരാണ്. ലാഘവ ബുദ്ധിയോടുകൂടി എല്ലാ കാര്യങ്ങളെയും സമീപിക്കുന്നവരാണ്. ഇവരുടെ പെരുമാറ്റത്തിലെ സുതാര്യത മൂലം ഇവരുടെ ശേഷിയെക്കുറിച്ച് പലർക്കും അറിവില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഉൾക്കനത്തെക്കുറിച്ചും പലർക്കും പിടികിട്ടുകയില്ല എന്ന് പറയാം. പൂരിട്ടാതി നക്ഷത്രം 3-ാം പാദക്കാർ അംശിക്കുന്നത് മിഥുനം രാശിയിലാണ്. മിഥുനം രാശിയുടെ നാഥൻ ബുധനാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ താല്പര്യവും ശീലവും പ്രകൃതവും എല്ലാം പ്രകാരത്തിൽ ഉൾക്കനം അറിയാതെ പ്രകടമാകുന്നതാണ്. ഉത്സാഹം, പെട്ടെന്ന് പ്രവർത്തിക്കാനുള്ള കഴിവ്, തുറന്ന പെരുമാറ്റം, ആർജവം എന്നിവയെല്ലാം അതുമൂലം ഇവർക്കുണ്ടാകും. ജാതക പരിജാതത്തിൽ പറഞ്ഞിട്ടുള്ള ബുധന്റെ നവാംശകത്തിൽ ജനിച്ചാലുള്ള ഫലങ്ങളെ കൂടി ഒന്ന് പറയാം. വിദ്വത്വമുള്ളവരായിരിക്കും ഇവർ. അതിൽ നിന്ന് കീർത്തിയും ലഭിക്കുന്നവരാണ്. ഇവരുടെ അവയവങ്ങൾക്ക് ലാളിത്യമുണ്ടാകും. ഇവർ ദാനം ചെയ്യുന്നതിൽ പ്രിയരായിരിക്കും. ഇവർക്ക് സുഖങ്ങളിൽ ഇഷ്ടമുണ്ടാകും. നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തയുള്ളവരായിരിക്കും. ഇവർ എല്ലായ്പ്പോഴും പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ശീലമുള്ളവരായിരിക്കും. എന്നാൽ ഇവരെ രോഗങ്ങൾ വലച്ചേക്കാം. എന്തൊക്കെയാണെങ്കിലും സർവ്വകാര്യങ്ങളിലും വിജയം സിദ്ധിക്കുന്നവരായിരിക്കും പൂരിട്ടാതി നക്ഷത്രം 3-ാം പാദക്കാർ. ഇനി നമുക്ക് പൂരിട്ടാതി നക്ഷത്രം 4-ാം പാദക്കാരെ അടുത്തറിയാം. പൂരിട്ടാതി നക്ഷത്രം 4-ാം പാദമാകട്ടെ മീനക്കൂറിലാണ് വരുന്നത്. മീനക്കൂറിന്റെ ആദ്യത്തെ പാദമാണ് പൂരിട്ടാതി നക്ഷത്രത്തിന്റെ 4-ാം പാദം. അതുകൊണ്ട് തന്നെ മീനക്കൂറിന്റെ 0° മുതൽ 3°20' വരെയുള്ള സമയമാണ് പൂരിട്ടാതി നക്ഷത്രം 4-ാം പാദമായി വരുന്നത്. പൂരിട്ടാതി നക്ഷത്രം ആരംഭിച്ചതിനു ശേഷം 18 മണിക്കൂർ മുതലുള്ള 24 മണിക്കൂർ വരെയുള്ള 6 മണിക്കൂർ കാലമാണ് പൂരിട്ടാതി നക്ഷത്രം 4-ാം പാദം വരുന്നത്. ഇവരെ മീനക്കൂറുകാർ എന്ന് വിളിക്കും. അതായത് പൂരിട്ടാതി കാൽ എന്ന് പറയാം. മീനൻ രാശി ഒരു ജലരാശിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ സ്ഥൂലിച്ച ദേഹപ്രകൃതി ഉള്ളവരായിരിക്കും. കഫ വാത പ്രകൃതിയുള്ളവരായിരിക്കും. ഇവർക്ക് സഞ്ചാരശീലവും ഉണ്ടാകും. നമുക്ക് പൂരിട്ടാതി നക്ഷത്രം 4-ാം പാദക്കാരെ കൂടുതലായിട്ട് അറിയാം. പ്രമാണ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഫലത്തെ ആദ്യം ഒന്ന് പരിശോധിക്കാം. സുഭഗ കൃപണൈശൈവ സ്വകർമ്മ നിരത സദാ ചിരഞ്ജീവി വിനീതശ്ച പൂർവഭദ്രാന്തിജോ നരഹ. അതായത് സൗന്ദര്യമുണ്ടാകുക, സ്വന്തം കാര്യത്തിൽ മുഴുകിക്കഴിയുക, വിനയമുള്ളവരായി തീരുക,
കൃതജ്ഞത കാട്ടുന്നവരാകുക, ദീർഘായുസ് ഉണ്ടാകുക, ഇതെല്ലാം പൂരിട്ടാതി നക്ഷത്രം 4 പാദക്കാരുടെ സ്വഭാവ സവിശേഷതകളാണ്. മറ്റ് ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് കൂടുതലായിട്ട് പൂരിട്ടാതി നക്ഷത്രം 4 പാദക്കാരെ അടുത്തറിയാം. സഞ്ചാരശീലമുള്ളവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അന്യനാട്ടിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. എന്നാൽ ഇവർ വൈകാരികമായി ഉറച്ച മട്ടിലുള്ളവരാണ് എന്ന് പറയാനാകില്ല. ഘടികാരത്തിന്റെ പെൻഡുലം പോലെ ഇവരുടെ മനസ്സ് ആടിക്കൊണ്ടിരിക്കും. കർക്കിടക രാശിയുടെ നാഥൻ ചന്ദ്രനാണ്. ചന്ദ്രന്റെ സ്വഭാവങ്ങളും മീനൻ രാശിയുടെ അധിപനായിട്ടുള്ള വ്യാഴത്തിന്റെ സ്വഭാവവും ഒരുപോലെ ഇവരിൽ പ്രകടമായി കാണാൻ പറ്റും. ചന്ദ്രൻ വൃദ്ധിക്ഷയങ്ങളുടെ ഗ്രഹമാണ്. അമാവാസിയും പൗർണമിയും ഒക്കെ 14 ദിവസത്തെ ഇടവേളകളിൽ മാറി മാറി വരുന്നതാണ്. ഇതൊക്കെ ഇവരുടെ സ്വഭാവത്തിലും പ്രകടമായി കണ്ടേക്കാം. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇവരറിയാതെ തന്നെ ആവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ധനസ്ഥിതി, ഭാഗ്യം, നിർഭാഗ്യം മുതലായവയൊക്കെ പിന്നെയും കടന്നു വരും. ചെനകത്തൂർ പൂരം തനിക്കൊത്തോണം എന്നൊരു ചൊല്ല് പഴമക്കാർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ഒരു സ്വകീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. അത് മറ്റുള്ളവരെ ബാധിക്കുന്നതാണോ, എന്താണ് ഇതിന്റെ സാമൂഹ്യമാനം എന്നൊന്നും ഇവർ ചിന്തിക്കാറില്ല. ഒരിക്കൽ ശരിയെന്നും തെറ്റെന്നും വിചാരിക്കുകയും പറയുകയും ചെയ്തതുമൊക്കെ എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇവരെ സംബന്ധിച്ച് അഭിപ്രായം എന്നത് ഇരുമ്പുലക്കെയാണ് എന്ന വിശ്വാസമൊന്നും ഇവർക്കുണ്ടാകില്ല. പുഴയിലെ വെള്ളം പോലെ ഇവർ അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ മമതയും സ്ഥായിത്വവും ഒക്കെ വളരെ കുറഞ്ഞ കൂട്ടരായിരിക്കും പൂരിട്ടാതി നക്ഷത്രം 4 പാദക്കാർ. ചിലപ്പോൾ നാട്ടിൽ ഇവർ വലിയ ഉപകാരികളാകും. സ്വന്തം വീട്ടിൽ ഒരു പ്ലാവില പോലും ഇവർ കുനിഞ്ഞെടുത്തു എന്ന് വരില്ല. ആർക്കാൻ ഇരുമ്പിടിക്കും അവനവന് തവിടിടിക്കില്ല എന്നൊരു ചൊല്ലുകൂടി പഴമക്കാർ പറഞ്ഞിരുന്നു. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഇവർ തയ്യാറാകും. എന്നാൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ പ്രയത്നിക്കാറില്ല. ആൾക്കൂട്ടത്തിൽ ചേർന്നാലും അതിൽ ലയിക്കാൻ പോകുന്ന വ്യക്തിത്വമായിരിക്കും ഇവരുടേത്. എന്നാൽ വലിയ പൗരുഷശാലികളാണ് എന്ന് ഇവരെ പറയാൻ സാധിക്കില്ല. എന്നാൽ ഇവർ ഭീരുക്കളുമല്ല താനും. അതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സിന്റെ വ്യാപാരം സങ്കീർണമായിരിക്കും. ഇനി നമുക്ക് ജാതക പാരിജാതത്തിൽ പറഞ്ഞിട്ടുള്ള കർക്കിടക രാശിയിൽ അംശിച്ചാലുള്ള ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ചന്ദ്രൻ നവാംശനാഥനായിട്ടുള്ള കർക്കിടക രാശിയിൽ അംശിച്ചത് മൂലം ഇവർക്ക് ഭംഗിയുള്ള കണ്ണുകൾ ഉണ്ടാകും. ശോഭനമായിട്ടുള്ള വാക്കുകൾ പറയുന്നവരായിരിക്കും. ധനപുഷ്ടിയുള്ളവരാകും. കന്നുകാലി സമ്പത്ത് ഉള്ളവരായിരിക്കും. കൂടാതെ ഇവർ പണ്ഡിതന്മാരായിരിക്കും. സജ്ജനങ്ങളുടെ പ്രീതി നേടുന്നവരായിരിക്കും. എതിർലിംഗത്തിൽപ്പെട്ടവരോട് ഇവർ കൂടുതൽ ഗാഢ സൗഹൃദം പുലർത്തുകയും ചെയ്യും. പൂരിട്ടാതി നക്ഷത്രക്കാരെ കുറിച്ചുള്ള ഇതുവരെ ആരും പറയാത്ത കഥകൾ എന്നുള്ള എന്റെ വീഡിയോയിൽ വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. 1-ാം ഭാഗത്തിൽ കുംഭക്കൂറിന്റെ ഫലം, മീനക്കൂറിന്റെ ഫലം, രാശ്യാധിപന്മാരായിട്ടുള്ള ശനി, വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ ഫലം, സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്നിവയെല്ലാം വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ജന്മ, അനുജന്മ നക്ഷത്രങ്ങൾ, അനുകൂല പ്രതികൂല നക്ഷത്രങ്ങൾ ഇവയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പൂരിട്ടാതി നക്ഷത്രക്കാരുടെ സന്താനങ്ങളെ കുറിച്ചും ഒക്കെ വിവാഹത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രതിപാദിക്കാത്ത മാതാപിതാക്കളെ കുറിച്ച് കൂടി നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് പരിചയപ്പെടാം. പൂരിട്ടാതി നക്ഷത്രക്കാരുടെ പിതാവ് അച്ചടക്കമുള്ളയാളും കൃത്യനിഷ്ഠ പുലർത്തുന്ന വ്യക്തിയുമായിരിക്കും. കലയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. വലിയ ലോകപരിചയം, ജനസ്വാധീനം, പെരുമ മുതലായ ഉള്ളയാളായിരിക്കും. പൂരിട്ടാതി നക്ഷത്രക്കാരുടെ അമ്മ വാത്സല്യഭാവത്തിന്റെ നിറകുടങ്ങളായിരിക്കും. ദയ, സൗജന്യ മനസ്ഥിതി, മനുഷ്യപ്പറ്റ് എന്നീ ഗുണങ്ങളുള്ളവരായിരിക്കും. ബുദ്ധിശക്തിക്കൊപ്പം കലാഹൃദയവും അവരിൽ ഉണ്ടാകും. നമുക്ക് പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ഒന്ന് പരിശോധിക്കാം. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് 3-ാം ഭാവം ചൊവ്വയുടെ രാശിയാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രന്റെ രാശിയാണ്. ഈ 2 രാശിയും ശത്രുഗ്രഹങ്ങളുടെ രാശികളാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരിൽ നിന്ന് പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ വേണ്ടത്ര ഗുണം ലഭിക്കുകയില്ല. ഇവർക്ക് സ്നേഹദ്വേഷ ബന്ധമായിരിക്കും സഹോദരങ്ങളോട് ഉണ്ടാകുക. ഇളയ സഹോദരനുമായി അല്പം അകൽച്ച കൂടുതലായി വന്നു എന്നും വരാം. മീനക്കൂറുകാരെ സംബന്ധിച്ച് സഹോദരികളാകും കൂടുതലായി ഉണ്ടാകുക. അവരുടെ സ്നേഹ പരിപാലനങ്ങൾ കൂടുതലായി ഇവർക്ക് ലഭിച്ചു എന്നും വരാം. ഇനി നമുക്ക് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ സുഹൃത്തുക്കളെ ഒന്ന് പരിശോധിക്കാം. കുംഭക്കൂറുകാരായിട്ടുള്ളവർ തുറന്നു പെരുമാറുന്നവരാണ്. എന്നാൽ കാണുന്നവരുടെ തോളിലെല്ലാം കൈയിട്ട് നടക്കുന്നവരല്ല. മിക്കവാറും ഒറ്റയാന്മാരായിട്ടായിരിക്കും അവർ കാണപ്പെടുക. അതുകൊണ്ട് തന്നെ കുംഭക്കൂറുകാരായിട്ടുള്ള പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കൾ കുറവായിരിക്കും. ആരെങ്കിലുമായിട്ട് സൗഹൃദം ഉണ്ടായാൽ അത് ദീർഘകാല സൗഹൃദവുമാകും. മീനക്കൂറുകാരായിട്ടുള്ള പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ടാകും. കുംഭക്കൂറുകാർ ഒറ്റയാനായി നടക്കാൻ താല്പര്യപ്പെടുമ്പോൾ മീനക്കൂറുകാർ കൂട്ടം കൂടി നടക്കാൻ താല്പര്യപ്പെടും. അവർക്ക് കൂട്ടം ചേർന്നും ഉല്ലസിച്ചും നടക്കാനുള്ള താല്പര്യം കൂടുതലായിട്ടുണ്ടാകും. എതിർലിംഗത്തിൽപ്പെട്ട സുഹൃത്തുക്കളും മീനക്കൂറുകാർക്ക് കൂടുതലായി ഉണ്ടാകാം. മനസ്സിലുള്ളത് പങ്കുവയ്ക്കാനും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും ഒക്കെ കഴിയുന്നവരാണ് ഇവർ. കുംഭക്കൂറുകാർക്ക് ശത്രുക്കൾ കുറവായിരിക്കും.
പൂട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്ര മൃഗം സിംഹമാണ്. അതുകൊണ്ട് തന്നെ അത് ശത്രുവിനെ നിലംപരിശാക്കുന്ന കാട്ടിലെ രാജാവാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ശത്രുക്കൾ ശല്യപ്പെടുത്താൻ സാധ്യത കുറവാണ്. വിലക്കൂറുകാർ ചിലപ്പോൾ സ്നേഹം നടിച്ചും തുറന്ന പെരുമാറ്റം കൊണ്ടും ശത്രുവിനെ കീഴ്പ്പെടുത്തിയേക്കാം. പൂട്ടാതി നക്ഷത്രക്കാരുടെ ദാമ്പത്യ കാര്യങ്ങൾ, ദശാകാലങ്ങൾ, പരിഹാരങ്ങൾ, ഇഷ്ടപ്പെട്ട നിറം, സംഖ്യ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഒന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസർ, കാരൂർ നീലകണ്ഠപിള്ള, യോഗി ആദിത്യനാഥ്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, ചലച്ചിത്ര താരങ്ങളായിട്ടുള്ള കുഞ്ചാക്കോ ബോബൻ, മണിരത്നം, വിക്രം, ജമിനി ഗണേശൻ, ശോഭന, രാജ്കുമാർ എന്നിവരും, ഭഗത് സിംഗ്, HD ദേവഗൌഡ, പണ്ഡിറ്റ് ശ്യാമപ്രസാദ് മുഖർജി എന്നിവരൊക്കെ പൂട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച പ്രഗത്ഭരാണ്. ഇനിയും ഒട്ടനവധി പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ പൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുണ്ട്. നിങ്ങളും അതിൽപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും. ഗുണദോഷങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ദോഷങ്ങളെ മറികടക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. പൂർവ ഭദ്രപദ എന്നാണ് പൂരിട്ടാതി നക്ഷത്രത്തിന്റെ സംസ്കൃത നാമം. ഭദ്രം എന്നൊരു വാക്ക് നക്ഷത്രത്തിൽ തന്നെയുണ്ട്. ജീവിതം ഭദ്രമാക്കുവാൻ പൂട്ടാതി നക്ഷത്രക്കാർ വിചാരിച്ചാൽ സാധിക്കുന്നതാണ്. തേന്മാവാണ് പൂട്ടാതി നക്ഷത്രത്തിന്റെ നക്ഷത്ര വൃക്ഷം. 100 രൂപ പാടിക്കേട്ട കഥയാണ് ഇത്. എന്നിരുന്നാലും 100 തേച്ചൊരു തളിർ വെറ്റിലയായി നിങ്ങൾക്ക് മാറട്ടെ. എല്ലാ പൂരിട്ടാതി നക്ഷത്രക്കാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങൾക്കിത് പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. വരും ദിവസങ്ങളിൽ ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരുടെ 2ാം ഭാഗവുമായി വീണ്ടും ഞാൻ എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.